ഇന്ന് നമ്മൾ കേട്ട ഭാഗം, ഏ, ആ ഭാഗം ഒരു പ്രത്യേകതയുള്ള ഭാഗമാണ്. ആ പ്രത്യേകത എന്താണ്? ഇവിടെ നോക്കിയേ, ഒന്നാം ആ, രണ്ടാം വാക്യം. ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലെ കനായിലെ നഥനയേലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു. എന്ന് പറഞ്ഞാൽ 12 ശിഷ്യന്മാരാ ഉണ്ടായിരുന്നത്. അതിനകത്ത് ഒരാള് പോയി. ഇപ്പൊ 11 പേരേ ഉള്ളൂ. ആ 11 പേരില് 7 പേര് അവിടെ കൂടിയിരിക്കുക. അപ്പൊ അവര് കൂടിയിരിക്കുമ്പോ ഏഹ് അവര് അവർ കൂടിയിരുന്നപ്പോ ശിമോൻ പത്രോസ് അവരോട് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. ശിമോൻ പത്രോസ് അവരുടെ ലീഡറാ. ശിഷ്യന്മാരില് അവരിൽ കർത്താവില്ലെങ്കിൽ അവരുടെ ലീഡറാണ് പത്രോസ്. പത്രോസ് എന്ത് പറഞ്ഞു? ഞാൻ മീൻ പിടിക്കാൻ പോവുക. അപ്പോ പത്രോസ് മീൻ പിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോ കർത്താവ് ഇനി നമ്മുടെ കൂടെ ഇല്ല. നമ്മളെ നയിക്കാനായിട്ട് കർത്താവ് കൂടെ ഇല്ല. നമ്മുടെ എല്ലാ ആവശ്യത്തിനും കർത്താവ് മതിയായിരുന്നു. ഇപ്പോൾ ആ കർത്താവ് നമ്മുടെ കൂടെ ഇല്ല. അതുകൊണ്ട് നമ്മുടെ കാര്യം നമ്മൾ നോക്കി ഒക്കത്തുള്ളൂ. അപ്പൊ നമ്മുടെ കാര്യം നമ്മൾ നോക്കാൻ എന്താ വേണ്ടേ? നമുക്ക് ജീവിക്കണം. ജീവിക്കുന്നതിന് പൈസ വേണം. എവിടെ ഉണ്ടാകും? നമുക്ക് ആകെപ്പാടെ അറിയാവുന്ന ഒരു തൊഴിലേ ഉള്ളൂ. എന്തുവാ? മീൻ പിടിക്കുക. അതുകൊണ്ട് ഞാൻ മീൻ പിടിക്കാൻ പോവുക. ഒരു കർത്താവ് വിളിച്ച് അവരെ മനുഷ്യരെ പിടിക്കുന്ന ആക്കുമെന്നും പറഞ്ഞ് കൊണ്ടുവന്നതാ. അപ്പോ അവിടെ ഇപ്പോ കർത്താവ് കൂടെ ഇല്ല. അവനെ ക്രൂശിച്ചു. അവൻ കൂടെയില്ല. അപ്പൊ കൂടെ ഇല്ലാത്തപ്പോ എന്ത് ചെയ്യാൻ നോക്കും? ഇനി മുന്നോട്ട് നോക്കുമ്പം വാക്യമാ മുഴുവൻ. ജീവിച്ചേ ഒക്കത്തുള്ളൂ. നമുക്കറിയാവുന്ന ഒറ്റപ്പണിയേ ഉള്ളൂ, മീൻപിടുത്തം. ആ മീൻ പിടിക്കാൻ പോവാ എന്ന് അവരുടെ ലീഡറായിട്ടുള്ള പത്രോസ് പറഞ്ഞപ്പോ കൂടെ ഉണ്ടായിരുന്നവര് അവരും പറഞ്ഞ് ഞങ്ങളും വരുന്നു. അപ്പൊ ലീഡർ പറയുന്ന പോലെ, പണ്ട് യേശു ആയിരുന്നു, യേശു പറയുന്ന പോലെ അവർ പോവുമായിരുന്നു. ഇപ്പൊ പത്രോസാ ഉള്ളത്. പത്രോസ് പറഞ്ഞപ്പോ പത്രോസ് ഞങ്ങളും വരും, കൂടെ ഞങ്ങളും വരുന്നു എന്ന് പറഞ്ഞ് 7 പേര് അവന്റെ കൂടെ 7 പേര് അവർ ഒന്നിച്ചു പോയി. 11-ല് 7 എന്ന് പറയുമ്പോൾ മെജോറിറ്റി കൂടുതലായില്ലേ? അപ്പോ പറഞ്ഞു, പുറപ്പെട്ട് പടക് കയറി പോയി. പക്ഷേ അവിടാണ് രാത്രി അവര് ഒന്നും പിടിച്ചില്ല. രാത്രി ചിലപ്പോൾ 7 മണിക്കോ 8 മണിക്കോ 10 മണിക്കോ ആയിരിക്കും തുടങ്ങിയത്. രാത്രിയിൽ മീൻ പിടിക്കാനായിട്ട് പോയത്. വെളുപ്പിനെ വരെ അവര് മീൻ പിടിച്ചു. പക്ഷേ ഒരാള്, പരിചയമില്ലാത്ത ഒരാള് അവിടെ നിന്നോണ്ട്, കരയിൽ നിന്നോണ്ട് ചോദിക്കുക, കുഞ്ഞുങ്ങളെ മീൻ വല്ലതും ഉണ്ടോ? കുറച്ച് മീൻ കൂട്ടാൻ കുറച്ച് മീൻ തരൂ എന്ന് പറഞ്ഞ ഈ മീൻ പിടിക്കുന്നവര്, ഞാൻ ഈ അവിടെ പോയിട്ടുണ്ട്. മീൻ പിടിക്കുന്നവര് അവര് താന്ന് പറയല്ല, അവരതിനകത്തുനിന്ന് എടുക്കുകയാണ്, അവകാശം പോലെ എടുക്കുകയാണ്. പക്ഷെ ഇവിടെ കരയിൽ നിന്ന ആള് തരാനേ പറഞ്ഞുള്ളൂ. പക്ഷെ അവർക്ക് പറയേണ്ടി വന്നു, ഒന്നുമില്ല, ഞങ്ങള് പോയി രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഞങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല. യേശുവിനെ കൂടാതെ പോയാല്, യേശുവിനെ കൂടാതെ ഉള്ളത് നമ്മുടെ പ്രവർത്തനം മുഴുവൻ അങ്ങനെയായിരിക്കും, ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മുടെ രക്ഷകനെ കൂടെ രക്ഷകൻ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോവുക. ഓരോ സ്റ്റെപ്പും രക്ഷകൻ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും, ക്ഷീണിച്ചു പോകത്തില്ല. അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ടു, പടക് കയറി പോയി.
ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. കർത്താവിനെ കൂടാതെ നമ്മൾ എന്തെല്ലാം കാര്യത്തിന് പൊയ്ക്കോ, എല്ലാം വളരെ നന്നായിട്ട് ചെയ്യുന്നുമുണ്ട്. നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പത്രോസിനും യോഹന്നാനും മക്കൾക്കും ഒക്കെ മീൻ പിടിക്കാൻ നല്ലപോലെ അറിയാവുന്നവരാ. അപ്പോ പക്ഷെ അവർക്കൊന്നും കിട്ടിയില്ല. അവര് കർത്താവിനെ കൂടാതാണ് പോയത്. അതുകൊണ്ട് അവർക്കൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമുക്കും ചെയ്യേണ്ടത്, നമ്മൾ പ്രവർത്തിക്കുന്നത് കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കണം. നമ്മൾ വിചാരിക്കുമോ, എനിക്കാവുമല്ലോ, എനിക്കറിയാമല്ലോ. ഒരു ഒരു പ്രത്യേക തൊഴിലിൽ നമ്മൾ ഏർപ്പെട്ടാൽ 10, 20, 30 വർഷം ആകുമ്പോഴത്തേന് അതിനകത്ത് അങ്ങ് എക്സ്പെർട്ട് ആകത്തില്ലേ. അപ്പോൾ നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടാകും, നമ്മളെ ആരും തോൽപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ എക്സ്പെർട്ട് ചെയ്യുന്ന ആ ഓപ്പറേഷൻ എങ്ങനെ ഇരിക്കും? അത് കരിയുന്നില്ല, രക്തം പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. എന്ത് സംഭവിക്കും? രക്തം അവിടെ നിർത്താൻ പറ്റുന്നില്ല. എന്ത് സംഭവിക്കും? രോഗി മരിക്കല്ലാതെ വേറെ കാര്യം ഉണ്ടാകില്ല. അതുകൊണ്ട് നമ്മൾ കർത്താവിനോട് ചേർന്ന് ഏത് പ്രവൃത്തിയും കർത്താവിനോട് ചേർന്ന് ചെയ്യുക. കർത്താവിനോട് ചേർന്ന് ചെയ്യുക. ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. പുലർച്ചെ ആയപ്പോൾ യേശു അവരെ വളരെയധികം സ്നേഹിച്ചിരുന്നു. യേശുവിന് അവരുടെ സ്വഭാവം അറിയാം. യേശു അവരെ വളരെയധികം സ്നേഹിച്ചിരുന്നു. യേശു കരയിൽ നിന്നിരുന്നു. കർത്താവിനെ വേണേ വള്ളത്തിൽ ചെല്ലായിരുന്നു. ചെന്ന മീനെ ഇവിടോട്ട് വലയിറക്കാന്ന് പറഞ്ഞ് അവരെ വലയിറക്കിച്ച് പെരുത്ത മീൻകൂട്ടം കൊടുക്കാമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. യേശു കരയിൽ നിന്നിരുന്നു. യേശു നമ്മളെ യേശു നമ്മുടെ കൂടെ ഇല്ലാതെ നമുക്ക് തോന്നും. പക്ഷേ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ രക്ഷകനായിട്ട്, ഈ കർത്താവിനെ രക്ഷകനായിട്ട് നമ്മൾ സ്വീകരിച്ചു. അവനെ പിൻപറ്റാനായിട്ട്, അവനെ അനുഗമിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചു. അത് ശരിയായിട്ടുള്ളൊരു സ്റ്റെപ്പ് ആണെന്നുണ്ടെങ്കിൽ കർത്താവ് ഒരിക്കലും നമ്മളെ വിട്ടുമാറുകയില്ല. പക്ഷേ അതുകൊണ്ട് ഇവിടെ സംഭവിച്ചതാണ്, യേശു ആ കരയിൽ നിന്നിരുന്നു. പക്ഷെ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല യേശു ആണെന്ന്. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? അത് ഒരു വല്ലാത്ത ചോദ്യമാണ്. ആ നിരാശയുടെ പടുകുഴി നിൽക്കുമ്പോഴാണ്, നിങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചല്ലോ, കൂട്ടാനായിട്ട് എന്തുണ്ട്? കുറച്ച് മത്സ്യം എഴുതാം. കൂട്ടുവാൻ വല്ലതുമുണ്ടോ? അവർ ലജ്ജയോടാണ് പറയുന്നത്, ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഇത്രയും അധ്വാനിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലേ? നിങ്ങളാണ്ട് പടകിന്റെ വലതുവശത്ത് വലയൊന്ന് വീശിയേ. പടകിന്റെ വലതു ഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിന്റെ പെരുപ്പ് ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് യോഹന്നാൻ, അവിടെ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറയുന്നത് യോഹന്നാനാ. അപ്പം യോഹന്നാൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാ. നമുക്കിപ്പം മീൻ കിട്ടി അല്ലേ? ഇതുവരെ നമ്മൾ അവിടെ എല്ലാം വീശിയിട്ട് നമുക്കൊന്നും കിട്ടിയില്ല. ഇവിടെ മുഴുവൻ നമ്മൾ വീശിയതാ, നമുക്കൊന്നും കിട്ടിയില്ല. പക്ഷേ ഇപ്പോ നമ്മൾ ആ നിൽക്കുന്ന ആള് പറഞ്ഞതുകൊണ്ട്, അല്ലേ, ആ കരയിൽ നിൽക്കുന്ന ആൾ പറഞ്ഞതുകൊണ്ട് നമ്മളിപ്പോ വീശി, അത്ഭുതകരമായിട്ട് നമുക്ക് മീൻ കിട്ടിയിരിക്കുന്നു.
അപ്പോഴാണ് യോഹന്നാന് മനസ്സിലായി, കരയുന്നത് വേറെ ആരുമല്ല, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത യേശുവാണ്. യേശു കരയിൽ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, അങ്ങ് വീശി. അത് വലയിറക്കി വീശി. മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല, വഴിച്ച് കരയിൽ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അപ്പോഴാണ് യോഹന്നാൻ പറയുന്നത്, യേശു സ്നേഹിച്ച ശിഷ്യന യോഹന്നാനെ കുറിച്ച് ഈ അവന്റെ ഈ പുസ്തകത്തിൽ പറയുമ്പോഴെല്ലാം യേശു സ്നേഹിച്ച ശിഷ്യനെ അവന് പറയത്തുള്ളൂ, അത് യോഹന്നാൻ അവൻ പറയുന്നില്ല കേട്ടോ. അപ്പോ അവൻ യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. പത്രോസ് യേശുവിനെ അവിടെ പ്രതീക്ഷിച്ചില്ല. യേശു മരിച്ചുപോയി, പിന്നെ ഉയർത്തെഴുന്നേറ്റ് എന്ന് സ്ത്രീകൾ വന്ന് പറഞ്ഞു, കണ്ടു, ഒരു പ്രാവശ്യം കണ്ടു, ശരി. പക്ഷേ ആ യേശു ആവശ്യത്തിന്റെ മുഖത്ത് നിന്റെ കൂടെ കാണും എന്നുള്ള കാര്യം പത്രോസ് ഉറപ്പിച്ചില്ല. നിന്റെ ആവശ്യത്തിന്റെ മുഖത്ത്, നമ്മള് മോള് അവിടെ പഠിക്കാൻ പോയിരിക്കുന്നു, ആ പഠിക്കാൻ പോയിരിക്കുന്നിടത്ത് മോക്ക് ഒരു അസമയമാ, ബസ്സിൽ കയറി പോകാതിരിക്കാനും പറ്റത്തില്ല, ബസ്സിൽ കയറി പോയി. അപ്പോ ആ അസമയത്ത് എന്ത് അപകടം ഉണ്ടാകാം. ആ സമയത്ത് അവര് ആ അപകടം ഉണ്ടാകാവുന്ന സ്ഥാനത്ത് യേശു കൂടെ നിൽക്കുകയാണെങ്കിൽ അപകടം ഉണ്ടാകുമോ? അതുകൊണ്ട് നമ്മൾ വളരെ ഉറപ്പിക്കണം, എന്ത്? യേശു എൻ്റെ കൂടെ ഉണ്ട്. ആ കാര്യം നമ്മൾ ഉറപ്പിക്കേണ്ടതാണ്. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. അവന്റെ പ്രോമിസാണ്. യേശു നമുക്ക് തന്നിരിക്കുന്ന പ്രോമിസാണ്. എന്ത്? ഒരു നാളും നിന്നെ അനാഥനായി വിടുകയില്ല. അപ്പോ ഏതവസരത്തിലും ഈ കർത്താവ് നമ്മുടെ കൂടെ ആരും ഇല്ല എന്ന് തോന്നിയാലും ഈ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരാവശ്യത്തിന് മുഖത്ത് നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ എന്നോട് ക്ഷമിക്കണേ, ഞാൻ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണേ, ഈ അവസരത്തിൽ എന്നെ രക്ഷിക്കണേ എന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു നിലവിളി ഉണ്ടാകുമ്പോൾ നിശ്ചയമായിട്ടും ആ കർത്താവ് നമ്മളെ രക്ഷിക്കുന്ന കർത്താവാണ്. രക്ഷിപ്പാൻ കഴിയുന്ന കർത്താവാണ്. നമ്മളെ രക്ഷിക്കുന്ന കർത്താവാണെന്ന് മാത്രമല്ല, രക്ഷിക്കാൻ കഴിയുന്ന കർത്താവുമാണ്. അതുകൊണ്ട് നമുക്ക് ആ കർത്താവിൽ കൂടുതൽ ആശ്രയിക്കണം. കർത്താവിൽ കൂടുതൽ ആശ്രയിച്ച് വേണം നമ്മുടെ ജീവിതം നയിക്കാൻ. സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട് അവൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരത്തല്ലായികയാൽ, അപ്പം മറ്റ് ശിഷ്യന്മാരുണ്ടായിരുന്നു, അവരെന്ത് ചെയ്തു? അവരും കൂടെ വന്നു എന്നർത്ഥം. വന്നു, ഈ വല വലിച്ച് കയറ്റി. അവർക്ക് 153 വലിയ മത്സ്യത്തെ കിട്ടി. അപ്പം അവര് അധ്വാനിച്ചത്, യേശു ഇല്ലാതെ അധ്വാനിച്ചു. യേശു വന്നപ്പോ യേശു പറഞ്ഞ അനുസരിച്ച് അതവർ പ്രവർത്തിച്ചു. അതിന് റിസൾട്ടും കിട്ടി. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരിക്കലും കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. കാരണം
കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കാര്യം ശുഭമായിരിക്കും. അതുകൊണ്ട് ഈ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് വേണം നമ്മൾ ഓരോ കാര്യവും ചെയ്യാൻ. കർത്താവിനൊരു വഴിയുണ്ട്. നമ്മൾ വിചാരിക്കും നമുക്ക്, അയ്യോ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കത് അറിയത്തില്ല, പരിചയമില്ലാത്ത സ്ഥാനമാണ്, അവിടെ എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് ആ ഓഫീസിൽ പോയി ഇന്ന കാര്യം സാധിക്കാനുണ്ട്, എനിക്കാണെങ്കിൽ അവിടെ പരിചയവുമില്ല, സാധിക്കാനുള്ള വലിയ തിടുക്കമുണ്ട്. കർത്താവേ എന്നെ നീ സഹായിക്കണേ എന്ന് പറഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ആ കരച്ചിൽ കർത്താവ് കേൾക്കുമ്പോൾ കർത്താവ് കൂടെ വരും. നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ പിന്നെ അതിന് കുഴപ്പം വല്ലതും ഉണ്ടാവുമോ? കാര്യങ്ങൾ കർത്താവ് ക്രമപ്പെടുത്തി തരും. ആ കർത്താവ് ക്രമപ്പെടുത്തി തരാൻ വിശ്വസ്തനാണ്. അവൻ വിശ്വസ്തനാണ്, അവൻ കഴിവുള്ളവനാണ്, അവൻ നമ്മളെ സ്നേഹിക്കുന്നവനുമാണ്. കർത്താവ് അവൻ വിശ്വസ്തനാണ്, അവന് അത് കഴിയും, അവൻ നമ്മളെ സ്നേഹിക്കുന്നു. ഇങ്ങനെയുള്ള ഒരാള് നമ്മളെ സ്നേഹിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ പ്രയാസപ്പെടേണ്ട കാര്യമുണ്ടോ? ധൈര്യമായിട്ട് നമുക്ക് സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ദൈവം അതിന് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആ കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെയുണ്ട്. ഈ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. ഞാൻ അതുകൊണ്ട് അവനിൽ അടിയുറച്ച് ഞാൻ കടന്നു പോകും എന്ന് നമുക്ക് ചിന്തിക്കണം, തീരുമാനിക്കണം. അങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോകണം. അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മൾ ജേക്കബ് പറഞ്ഞ് കേട്ട പോലെ നമ്മളെ നമുക്ക് വിശ്വസിക്കാൻ നമ്മളെ വിശ്വസ്തനായ കർത്താവ്, നമ്മളെ കഴിവുള്ളവനായ ദൈവം, അങ്ങനെ ആ കാര്യം നമ്മൾ കേൾക്കുമായിരുന്നു. നമ്മളെ സ്നേഹിക്കുന്നവനായ കർത്താവ് അങ്ങനെ പറഞ്ഞു. പക്ഷേ ഇന്ന് നമ്മളൊരാളിനോട് ഒരാളെ നമ്മൾ കാണുമ്പോൾ നമ്മൾ അങ്ങനെ ആരെയും കാണാനില്ലാത്തൊരു ലോകത്താണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പലപ്പോഴും പലരോടും പല കാര്യങ്ങളും ഇന്നിപ്പം ചിലര് വളരെ ക്രിട്ടിക്കലി ആയി കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ മരിച്ചു കഴിയുമ്പോഴാണ് ചിലർക്ക് രോഗം ഉണ്ടാകുന്നതിന് അടുത്തുള്ളവരിതുപോലെ അറിയുന്നത്. കാര്യം ഇന്നും ആരും ആരോടും ഒന്നും ഷെയർ ചെയ്യത്തില്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം എന്തോ അവരുടെ ഇൻട്രസ്റ്റ് ഒന്നും അറിയത്തില്ലല്ലോ. ഇനിയിപ്പം ഈ മരിച്ചു കഴിഞ്ഞിട്ടാണ് ഈ വസ്തു വാങ്ങിക്കാനായിരിക്കും പുള്ളി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ലോകം അങ്ങനെയാണ്. കാര്യം ആർക്കും അതിനിടയിലാണ് നമ്മളെ സ്നേഹിച്ചൊരു കർത്താവിനെ നമ്മൾ കണ്ടെത്തുന്നത്. നമ്മൾ ആദ്യം കേൾക്കുമായിരുന്നു കർത്താവ് പറ്റി പറയുമ്പം, കർത്താവ് ചതഞ്ഞ ഓടിച്ചു കളയത്തില്ല എന്ന് കേട്ടു. നമ്മൾ കേട്ട വചനത്തിന്റെ ഞാൻ വിചാരിക്കുക, നമ്മുടെ വ്യക്തിപരമായ ജീവിതമായിട്ട് നമ്മൾ നോക്കുമ്പം നമ്മൾ എന്തോ വളരെ ഇതിപ്പം കർത്താവിനിപ്പം ഒരാളിനെ എടുത്തിട്ട് എന്തെങ്കിലും കിട്ടുമായിരുന്നു. ഞാനിപ്പോൾ അത്ര വലിയ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആളായിരുന്നു, എന്നെക്കാൾ എത്രയോ ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ കർത്താവിന് കിട്ടുമായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ സ്നേഹം എങ്ങനെയാണ്? ഒട്ടും സിഗ്നിഫിക്കൻ്റ് അല്ലാത്ത, ഒട്ടും പ്രാധാന്യം ഇല്ലാത്ത, നമുക്ക് തന്നെ നമ്മളോട് തന്നെ ദേഷ്യം തോന്നുന്ന ഒരാളിനെ ദൈവത്തിന്റെ സ്നേഹത്തിൽ ദൈവം ചൂസ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ദൈവത്തിന്റെ സ്നേഹം മഹാ അത്ഭുതമാണ്. കാര്യം നമുക്ക് തന്നെ നമ്മളോട് പുച്ഛം തോന്നുമ്പോൾ, നമ്മളോട് തന്നെ നമുക്ക് ഒരു ഇഷ്ടമില്ലാതിരിക്കുന്ന സമയത്ത് ദൈവത്തിന് നമ്മളോട് ഇഷ്ടം തോന്നുന്നു. നമ്മളെ ആളുകൾ വെറുക്കുമ്പോഴും ദൈവം നമ്മളെ സ്നേഹിക്കും. കാര്യം നമ്മൾ ചതഞ്ഞ ഇത് ആവശ്യമില്ല, ഇത് പോകട്ടെ, ഇതിനെ എറിഞ്ഞു കളയും, ഇതിന് നത്തിങ് ഓഫ്, ഇതിന് ഒരു യൂസും ഇല്ലാത്തൊരു കാര്യം. അല്ലെങ്കിൽ ഇങ്ങനെ എത്ര നാളായിട്ട് കേട്ടോണ്ടിരിക്കുന്നു, എത്ര നാളൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജീവിച്ച ശേഷവും ഇങ്ങനെ ധൂപക്കുറ്റിയിലെ പുക പോലെ, ഈ ചന്ദനത്തിരിയുടെ പുക പോലെ ഇങ്ങനെ കത്തിയും കെട്ടും ഇങ്ങനെ എരിഞ്ഞപ്പോൾ ഒരു പുക മാത്രം എന്നിരിക്കുന്ന കർത്താവ് അതിനെ കെടുത്തിക്കളയാതെ, നമ്മൾ കേട്ട പോലെ അതിനെ ജ്വലിപ്പിക്കാനായിട്ട് ദൈവത്തിന്റെ സ്നേഹം വളരെ അമേസിംഗ് ആണ്. ഞാൻ സത്യത്തിൽ എന്നോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തെ ഞാൻ ആ നിലയിൽ കാണുമ്പം കർത്താവെ വളരെ അമേസിംഗ് ആണ്. കാര്യം ഞാൻ
ഈ ഒരു സത്യം തുറന്നു പറഞ്ഞ, ഞാൻ എൻ്റെ കൂടെ പഠിച്ച പല ആളുകളെയും ഞാൻ കറ്റാനത്തും പരിസര പ്രദേശങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് ദൈവം എൻ്റെ മനസ്സിൽ ഈ ഒരു ചിന്ത തന്നിട്ടുണ്ട്. പലപ്പോഴും എൻ്റെ മനസ്സിൽ ദൈവം ഇങ്ങനെ ചിന്ത തോന്നും, നീ എന്തോ അവരുമായിട്ട് നിനക്ക് എന്തോ വ്യത്യാസം എന്ന് ദൈവം എൻ്റെ മനസ്സിൽ ആ ഒരു ചിന്ത പലപ്പോഴും തന്നിട്ടുണ്ട്. ഐ മീൻ, ഇപ്പൊ നീ ആയിരിക്കുന്നതും ആ ഒരു മനുഷ്യനുമായിട്ട് ഒരുപക്ഷെ ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചിലര് വളരെ മോശമായിട്ട് ഇങ്ങനെ പല സാഹചര്യങ്ങളിൽ ജീവിച്ചു പോകുന്ന ആളുകളെ, ഞാൻ എൻ്റെ കൂടെ തന്നെ പോപ്പേഴ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ആളുകളെ കാണുമ്പോൾ ദൈവം എന്നോട് പലപ്പോഴും ചോദിക്കും, സാഗ്ബറൊക്കെ പറഞ്ഞു കേട്ട പോലെ ആ ഒരു ആദാമിക്കായിട്ടുള്ള അതേ സ്വഭാവം തന്നെയുള്ള ഒരു മനുഷ്യനാണ് നീയും, പക്ഷെ ദൈവത്തിന്റെ സ്നേഹമാണ്. ദൈവം നമ്മളെ ആ ചതഞ്ഞ ഓടെ ദൈവം അതിനെ പുനർനിർമ്മിച്ച് അതിനെ രൂപാന്തരപ്പെടുത്തി ആ പുകയുന്ന തിരികെ കെടുത്തി കളയാതെ ദൈവം അതിനെ ആളി കത്തിച്ച് ദൈവത്തിന്റെ സ്നേഹത്തിൽ സൂക്ഷിക്കും. നമ്മൾ വീണ്ടും കേട്ട പോലെ പത്രോസ് കർത്താവിനെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. ആ 3 പ്രാവശ്യവും റിപ്പന്റ് ചെയ്യാനുള്ള ഒരു വലിയ സാധ്യത. ഇറ്റ്സ് അമേസിങ്. ദൈവത്തിന്റെ ആ ഒരു സ്നേഹം അത് വളരെ അത്ഭുതമാണ്. നമ്മൾ ദൈവത്തെ തള്ളിക്കളഞ്ഞ് വേണ്ടെന്ന് വെച്ച സ്ഥാനത്ത് ദൈവം പത്രോസിനെ തേടിയെത്തിയ പോലെ നമ്മളെയും തേടിയെത്തുന്നു. അത് ഇന്നും നമ്മളോട് സംസാരിക്കുന്നത്, നീ മടങ്ങി വാ, നിനക്ക് എന്ന് പറഞ്ഞ് ദൈവം നമുക്ക് ഓപ്പർച്യൂണിറ്റി തന്ന് നമ്മളെ മാനസാന്തരത്തിലേക്ക്, നമ്മൾ കേട്ട പോലെ ദൈവത്തിന്റെ ദയ എന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നുള്ള കാര്യം ഞാൻ പലപ്പോഴും ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ അതിന്റെ മറ്റൊരു വശം കൂടെ ദൈവം എന്നോട് പറയാറുണ്ട്. വെൻ ഗോഡ് ഇസ്, ദൈവം നമ്മളോട് കരുണയുള്ളവനായിരിക്കുന്ന സമയത്ത്, മാനസാന്തരപ്പെടാത്ത ഒരാളിനെ നീ കാണുന്ന സമയത്ത് നീ എന്തുകൊണ്ട് അവരോട് ദയയായിട്ട് ഇടപെടുന്നില്ല? നമ്മൾ കേട്ട പോലെ നമ്മൾ പറയുന്ന ഹാർഷായിട്ടുള്ള വാക്കുകൾക്കോ നമ്മൾ പറയുന്ന വലിയ വലിയ കഠിനമായ ഉപദേശത്തിനൊന്നും ആരെ രക്ഷിക്കാൻ കഴിയത്തില്ല. പക്ഷെ എന്തോ രക്ഷിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ദയയോടുള്ള സമീപനം. സത്യത്തിൽ നമുക്ക് അതൊന്നും ഇല്ല. നമ്മൾ മുമ്പേ കേട്ട പോലെ സ്നേഹനിധിയായ കർത്താവിനെ കാണും. കർത്താവ് എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് സ്നേഹമുള്ള ഒരാളല്ലേ ബേസിക്കലി ഞാൻ വിചാരിക്കും ഞാൻ ഐ എം ലെസ് ലിറ്റിൽ എല്ലാവരെക്കാളും വളരെ ഒത്തിരി തന്നെ സ്നേഹം കുറവുള്ള ഒരാളാണ് ബേസിക്കലി. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് കർത്താവെ എന്നാ ദൈവം അങ്ങനെയുള്ള ഈ ഈ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ സ്നേഹം കുറവാന്ന് നമ്മൾ ഏറ്റുപറയുമ്പം നമ്മൾ നമ്മൾ എവിടെയാണ് എന്ന് ദൈവത്തിന്റെ അടുത്ത് വരുമ്പോൾ ഈ ഒരു കാര്യം വളരെ ആവശ്യമുണ്ട്. കർത്താവെ, എൻ്റെ ഇല്ലായ്മയെ ഞാൻ സമ്മതിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന് എന്നെ സഹായിക്കാണ്ട് കഴിയത്തുള്ളൂ. അല്ലാതെ ഞാൻ ഒരു അഭിനയ ജീവിതവുമായിട്ട് തുടരുന്നിടത്തോളം കാലം ഒരിക്കലും ഇപ്പം ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. ഞാനിപ്പോൾ ഈ അടുത്തിടയ്ക്ക് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടിനോട് പെട്ടെന്ന് പറഞ്ഞു, മോനെ, ഇപ്പം ഞാനൊരു ഒരു വഴി ഞാനിങ്ങനെ മിസ്സായി നടക്കുക, അതിൻ്റെ വീട്ടിലോട്ട് വരുക, വഴി മിസ്സായിട്ട് ഇങ്ങനെ എവിടെയോ ഇങ്ങനെ സഞ്ചരിക്കുക. അപ്പം ഞാൻ നിന്റെ വഴി അറിയത്തില്ല എന്ന് പറയുമ്പോൾ നീ എന്നോട് എന്തോ പറയും? അങ്കിൾ ഇപ്പൊ എവിടെയാണ്? കറണ്ട് ലൊക്കേഷൻ സന്ദീപ് എപ്പോഴും പറയുന്ന പോലെ, സെൻഡ് മീ യുവർ കറണ്ട് ലൊക്കേഷൻ. നീ ഇപ്പൊ എവിടെയാണെന്ന് പറ, സോ ദാറ്റ് അവിടുന്ന് എനിക്ക് നിന്നെ ലീഡ് ചെയ്യാൻ പറ്റും. ദൈവവും നമ്മളോട് ഇതാ പറയുന്നത്, യു അക്സെപ്റ്റ്. എന്റെ പ്രശ്നത്തെ ഞാൻ അംഗീകരിക്കുമ്പം, കർത്താവെ, ഞാൻ ഇവിടെയാണ്, എന്റെ ജീവിതത്തിൽ ഇന്ന പാപങ്ങൾ ഉണ്ടെന്ന് പറയുമ്പം എന്ന് പറഞ്ഞ പോലെ എന്നാ പിന്നെ നിന്നെ ഞാൻ കളഞ്ഞേക്കാമെന്ന് പറയല്ല. പലപ്പോഴും ദൈവത്തിന്റെ സ്നേഹം ഈ ഒരു കാര്യം സഭയുമായിട്ടുള്ള ബന്ധത്തിൽ ഞാനൊരു കാര്യം കണ്ടിട്ടുണ്ട്. ദൈവം വലിയ വിശുദ്ധന്മാരായിട്ടുള്ള വലിയ 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 വിശുദ്ധന്മാരും അങ്ങനെയുള്ള ആളുകളെ അന്വേഷിച്ചു പോകാതെ ദൈവം ഈ ഒരു കാര്യം ദൈവം നമ്മളോട് പലപ്പോഴും ആവശ്യപ്പെടുന്നത് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ഉള്ളിലുള്ള യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനായിട്ട് ദൈവം നമ്മൾ മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. അവിടുന്ന് നമുക്ക് ദൈവം നമ്മളെ പണിയാനും രൂപാന്തരപ്പെടുത്താനായിട്ടും ഈ സമയത്തെ ഉപയോഗിക്കുന്നു. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ആ സ്നേഹത്തിന് കണ്ണയ്ക്കുമായിട്ട് നന്ദി. തുടർന്നും മാനസാന്തരത്തോടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും. ബ്രാഞ്ച് മെയിൻ ചെടിയോട് ചേർന്നിരുന്നാൽ മാത്രമേ ഫലം കായ്ക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ തന്നെ ഇരുന്നാൽ നമുക്ക് ഫലം കായ്ക്കാൻ പറ്റത്തില്ല. കർത്താവിനോട് ഇരുന്നാലേ ഈ പറഞ്ഞ പോലെ 153 വലിയ മീനിനെ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ പിടിച്ചിരിക്കാം, ഒരു ഫലവും കിട്ടത്തില്ല. അതാണ് നമ്മൾ കേട്ടത്. അങ്ങനെ താനിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പാജി അങ്കിൾ പറഞ്ഞ കൂട്ട് നമ്മളിപ്പോൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും ദൈവത്തിന് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം പല മനുഷ്യരുടെയും മുന്നിൽ നമുക്കിപ്പം പല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ അംഗീകരിക്കത്തില്ല, അവർ നമ്മളോട് ക്ഷമിക്കത്തില്ല എന്നുള്ളൊരു പേടി എല്ലാവർക്കും കാണും. പക്ഷേ ദൈവത്തിന് അങ്ങനെയല്ല. നമ്മൾ എത്ര പാപിയാണോ, എത്ര വലിയ തെറ്റ് ചെയ്താലും നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പോയി നമ്മുടെ സ്വന്തം ഒരു ഫാദർലി അഫെക്ഷനിൽ നമ്മൾ പോയി പറഞ്ഞ ദൈവം നമ്മളോട് ക്ഷമിക്കും. നമ്മൾ ദൈവത്തിൽ അർപ്പിച്ച് അത് കഴിഞ്ഞ് മുന്നോട്ടുള്ള ജീവിതം ദൈവത്തെ ജീവിച്ച ദൈവം നമുക്ക് നല്ലൊരു പാതയായിരിക്കും കാണിച്ചു തരുന്നത്. ഞാനായിക്കോട്ടെ പല സാഹചര്യത്തിൽ
ക്ഷമ ചോദിച്ച് പിന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുമ്പോഴും കുറച്ച് കഴിയുമ്പോൾ എനിക്ക് റിഗ്രറ്റ് ആവും, അയ്യോ ഇത് ചെയ്തല്ലോ. പക്ഷേ എത്ര വട്ടം നമ്മൾ ചെയ്താൽ പോലും നമ്മളങ്ങനെ ചെയ്യരുത്. പക്ഷേ ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ ഏത് സാഹചര്യത്തിൽ എങ്ങനെ പോയാലും ദൈവത്തിന് നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് നമ്മളോട് ക്ഷമിക്കാനുള്ള കഴിവുണ്ട് ദൈവത്തിന്. ദൈവനാമത്തിന് മാത്രം ഉണ്ടാവട്ടെ. ഇന്നിവിടെ വരാനും ദൈവവചനം കേൾക്കാനും ദൈവം സഹായിച്ച കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. എൻ്റെ ലൈഫിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് നിന്ന സാഹചര്യങ്ങളിലും നമ്മൾ സീറോ ആണെന്ന് ചിന്തിക്കുന്ന സമയത്തും ഒന്നും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിന്ന സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് ഒരുപാട് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് അങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ബട്ട് ഫൈനലി അതൊന്നും നടക്കാതെ ദൈവത്തിൻ്റെ പ്ലാനാണ് എന്നും എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. അത് ദൈവം എന്നെ അത്രയും സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഓരോ സിറ്റുവേഷൻസിലും കൂടെ എന്നെ ആ കഷ്ടതയിൽ കൂടെ കടത്തി വിടുമ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ ഒരു ഫാദർലി ലവ് കാരണം എന്തെങ്കിലും എന്ത് തെറ്റ് ചെയ്താലും തിരിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുമ്പം ആ സ്നേഹം അങ്ങനെ തന്നെ അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് മറ്റുള്ളവർക്ക് മുന്നിലും ഒരു എക്സാമ്പിളായിട്ട് ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുന്ന ഒരാളായിട്ട് നിൽക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സ്നേഹത്തെ ഒരു പ്രാവശ്യം കൂടെ വ്യക്തമായിട്ട് കാണുവാൻ ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ആ സ്നേഹമാണ് എന്നെ നടത്തുന്നത് മുഴുവൻ. നിരാശപ്പെട്ടു പോകുമ്പോഴും സങ്കടപ്പെട്ടു പോകുമ്പോഴും ഒക്കെ ഈ കർത്താവിൻ്റെ സ്നേഹം ഉത്സാഹിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുവരുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ ഭാഗം ഞാൻ കേട്ടു. പത്രോസിനെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്. പത്രോസ് പറയും, ഞാൻ നിനക്ക് വേണ്ടി മരിക്കാനും തയ്യാറാണെന്നൊക്കെ പറയുമ്പോൾ കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്, ശിമോനെ ഗോതമ്പ് പോലെ നിന്നെ പാറ്റേണ്ടതിന് സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചു. നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. നീ ഒരു പ്രാവശ്യം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുവെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പത്രോസ് യൂദ പറഞ്ഞതിനേക്കാൾ മോശമായ കാര്യമാണ് പത്രോസ് പറഞ്ഞു. യൂദ പറഞ്ഞ എനിക്ക് അവനെ അറിയാവുന്ന, പക്ഷെ പത്രോസ് ഇത്രയും നാളും കർത്താവിൻ്റെ കൂടെ നടന്നിട്ടും പറഞ്ഞു ഞാൻ അവനെ അറിയുന്നില്ലെന്ന്. പക്ഷേ അവിടെ കർത്താവ് എന്തുകൊണ്ടാണ് പത്രോസ് യൂദ ചത്തതുപോലെ പോയി കെട്ടിയാന്ന് ആകാഞ്ഞത്? കാരണം കർത്താവ് അവന് വേണ്ടി അപേക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അന്ന് അവൻ കെട്ടി തൂങ്ങി ചത്തില്ല. കർത്താവിൻ്റെ ഒരു നോട്ടം അവനെ മാനസാന്തരത്തിലേക്ക് നടത്തി. പിന്നെ ശിഷ്യന്മാരുടെ കൂടെ വന്ന് അവൻ കൂട്ടായ്മ ആചരിച്ചു. അതിനുശേഷം വീണ്ടും മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞിട്ടും വീണ്ടും അവൻ തളർന്നു പോകാഞ്ഞതിൻ്റെ ഒരു കാര്യം യേശു കർത്താവ് അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ അതുകൊണ്ട് തന്നെയാണ് പത്രോസ് ഓടി അങ്ങ് പോകാതെ. നീ ഇപ്പോഴാണെങ്കിലും വേണേ ഞാൻ മീൻ പിടിക്കാൻ പോവാന്ന് പറഞ്ഞ് പോയി പാവം മറ്റേ ശിഷ്യന്മാരെയും കൂടെ വലിച്ചിടിച്ച് കൊണ്ടുപോയി അവരെ കൂടെ നശിപ്പിക്കാൻ പോയി. അങ്ങനെയാണെങ്കിൽ പത്രോസിന് വേണ്ടി കടലിൽ ചാടിയിട്ട് ദൂരോട്ട് എവിടെയെങ്കിലും പോകാമായിരുന്നു. പത്രോസ് ചാടി യേശുവിൻ്റെ അടുത്തേക്ക്, കടലിൽ ചാടിയിട്ട് യേശുവിൻ്റെ അടുത്തേക്ക് തന്നെ വന്നത് യേശു കർത്താവ് അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കർത്താവിൻ്റെ പ്രാർത്ഥന, കാരണം കർത്താവ് പത്രോസിനെ വിളിച്ചപ്പം ഏത് കാര്യമാണോ കണ്ടത് അതിലേക്ക് എത്തിക്കാൻ, ഏത് ലക്ഷ്യത്തോടെയാണോ പത്രോസിനെ കർത്താവ് വിളിച്ചത് ആ ലക്ഷ്യത്തിലേക്ക് പത്രോസിനെ എത്തിക്കാൻ കർത്താവ് കഴിവുള്ളവനാണ്. അത് എത്തിക്കാതെ അവൻ വിടുകയില്ല. അതുകൊണ്ട് കർത്താവ് പ്രാർത്ഥിച്ച ഏത് കാര്യമാണ് കേൾക്കാത്ത? യേശു പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനയും പിതാവ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയും പിതാവ് കേട്ടു. പത്രോസിനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ച ആ ഒരു കാര്യം നടത്താൻ വേണ്ടി ഇന്ന് നമ്മൾ കണ്ട ഭാഗത്ത് കർത്താവ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ആ കർത്താവിൻ്റെ ആ സ്നേഹം, ഇവരെ മീൻ പിടിച്ച് ഒന്നും കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോഴും കർത്താവ് പറയുന്നില്ല, ഇവർ തിരിച്ചു വന്നപ്പോഴാണേലും പറയുന്നില്ല, ഞാൻ നിങ്ങളെ ഒരു വേലയ്ക്കാക്കി നിങ്ങൾ വേറൊരു വേലയ്ക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് പോയിട്ടല്ലയോ ഇങ്ങനെ സംഭവിച്ചെന്ന് ഒരു വാക്കുപോലും കർത്താവ് പറയുന്നില്ല. മനസ്സ് തകർന്നിരിക്കുമ്പം നിരാശയിലേക്ക് തള്ളിവിടാത്ത കർത്താവ്, ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്ത കർത്താവ്, പുകയുന്ന തിരി കെടുത്തി കളയാത്ത കർത്താവ്. അതെ, അവരെ വേണമെങ്കിൽ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ഒക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ കർത്താവിൻ്റെ സ്നേഹത്തിലാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അവർ അധ്വാനിച്ച് മീനും പിടിച്ചുകൊണ്ട് വന്നപ്പോൾ അവർക്ക് ഭക്ഷിക്കാനുള്ള ആഹാരവും ഉണ്ടാക്കി കാത്തിരിക്കുന്ന ഒരു കർത്താവ് എൻ്റെ ജീവിതത്തിലും, കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവിനെ ഒന്ന്
അറിയുമെങ്കിൽ, ഇത് കർത്താവാകുന്നു എന്ന് തിരിച്ചറിയുമെങ്കിൽ, കിട്ടുമ്പോഴും കിട്ടാത്തപ്പോഴും കർത്താവിൻ്റെ കൈയാണ് ഇവിടെ എന്ന് അറിയുമ്പം അറിഞ്ഞ് കർത്താവിലേക്ക് തിരിഞ്ഞാൽ കർത്താവ് അവിടെ ഭക്ഷിക്കാൻ ആഹാരവും ഉണ്ടാക്കി, സ്നേഹം, ആ തീക്കനൽ സ്നേഹത്തിൻ്റെ ജ്വാലയിൽ ഉണ്ടാക്കിയ അപ്പവും മീനും ഒക്കെ തന്ന് നടത്താൻ ഇന്നും മതിയായ ദൈവമാണ്. ദൈവം പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നടത്തുന്നു. എന്നെ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നടത്തുന്നത്. നമ്മളൊരു പാട്ടിൽ ഇങ്ങനെ പാടുമല്ലോ, ഉള്ളം തളർന്ന ഏറ്റവും ആശയറ്റ നേരവും ക്രൂശിൻ രക്തം കാണിച്ച് ആശ്വാസം നൽകിയിടുന്ന ആത്മാവാം വഴികാട്ടി. ആ പരിശുദ്ധാത്മാവ്. അപ്പോൾ ശരിക്കും ക്രൂശിൻ്റെ രക്തം കാണിക്കുന്ന എപ്പോഴാ? പാപം മൂലം ഉള്ളം തളരുമ്പോൾ. എവിടെയെങ്കിലും വീണുപോയാൽ അത് കണ്ട് ഉള്ളം തളരുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ രക്തം കാണിച്ചു തരും. അപ്പോൾ അവിടെ ആശ്വാസം ലഭിക്കുക ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും കർത്താവിൻ്റെ സ്നേഹവും വചനവും പരിശുദ്ധാത്മാവും എല്ലാമാണ് ഒരു ക്രിസ്ത്യാനിയെ മുമ്പോട്ട് നടത്തുന്നത്. ആ ഒരു വലിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബ്രദർ അജി ബ്രദർ 40-ാം സങ്കീർത്തനത്തിലെ വാക്യം വായിച്ചല്ലോ, കർത്താവ് എന്നെ വിചാരിക്കുന്നു എന്ന്. അതുപോലെ തന്നെയാണ് 139-ാം സങ്കീർത്തനത്തിലും ഒരു ആ വാക്യം പറയുന്നത്. 139-ാം സങ്കീർത്തനത്തിൻ്റെ അവിടെ പറയുന്നത് കർത്താവിനെ കുറിച്ച് ഇവിടെയും എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ബ്രദർ പറഞ്ഞല്ലോ. അവിടെ അതിനകത്ത് ലിവിങ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, ഇതിനകത്ത് അത്രയും വിശദമായിട്ട് കാണുന്നില്ല. അതോടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അവിടെ ഇവിടെ പറയുന്നല്ലോ 17-ാം വാക്യത്തിൽ, ദൈവമേ നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവയുടെ ആകത്തുകയും എത്ര വലിയത്, അവ എണ്ണിയാൽ മണലിനേക്കാൾ അധികം. ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിന്റെ അടുക്കൽ ഇരിക്കുന്നു. അത് ലിവിങ് ബൈബിൾ ഇങ്ങനെ എഴുതിയേക്കുന്നത്, ഹൗ പ്രഷ്യസ് ഇറ്റ് ഈസ് ലോർഡ് ടു റിയലൈസ് ദാറ്റ് യു ആർ തിങ്കിങ് അബൌട്ട് മീ കോൺസ്റ്റന്റ്ലി. I can't even count how many times a day your thoughts turn towards me. And when I waken in the morning, you are still thinking of me. കർത്താവിനെ കുറിച്ച് ചിന്തിക്കാത്ത ഏത് സമയമാണ് ഉള്ളത്? എന്നെക്കുറിച്ച്, കർത്താവിൻ്റെ എല്ലാ മക്കളെയും കുറിച്ചും കർത്താവ് അത്ര വലിയവനാണ്. എല്ലാ സമയവും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഏത് പ്രയാസത്തിൻ്റെ വേളയിലും കർത്താവിനെ നോക്കി വിളിച്ചാൽ അവന് ചെറുതെന്ന് തോന്നുന്ന കാര്യത്തിൽ പോലും അവൻ ഉത്തരമരുളും. അവൻ കൂടെ നിന്ന് സഹായിക്കും. എവിടെയെങ്കിലും സഹായം അന്നേരം കിട്ടുന്നില്ലെങ്കിൽ അതും എൻ്റെ നന്മയ്ക്കാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കണം. അല്ലെങ്കിൽ അവിടെ നിരാശപ്പെട്ടു പോകാനും ആ സമയത്ത് പിശാച് നമ്മളെ തളർത്തി കളയാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കർത്താവിനെ എല്ലാ സമയവും കണ്ടുകൊണ്ട് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഇത് കർത്താവാകുന്നു, അത് മീൻ കിട്ടുമ്പോഴും മീൻ കിട്ടാത്തപ്പോഴും ഇത് കർത്താവിൻ്റെ കരമാണെന്ന് കണ്ട് കർത്താവിൽ ചാരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് വേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ ജീവിപ്പാനും പൂർണ്ണ ഹൃദയത്തോടെ എല്ലാ സമയത്തും ബ്രദർ പറഞ്ഞ പോലെ പൂർണ്ണ ഹൃദയത്തോടെ അവൻ അന്വേഷിക്കുമെങ്കിൽ നിങ്ങൾ എന്നെ കണ്ടെത്തുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ കണ്ടെത്തുമാറാക്കും, നിങ്ങൾ എന്നെ കണ്ടെത്തുമാറാക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമെങ്കിൽ അവനെ കണ്ടെത്തുമാറാക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവെ ജീവിതകാലം മുഴുവനുമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ശരിക്കും നമ്മളുടെ ഫെയിലിയേഴ്സ് അത് കർത്താവിൻ്റെ ആ ഒരു മഹത്വം കാണിച്ച്, കർത്താവിൻ്റെ സ്നേഹം കാണിച്ച് അവിടെ നിന്ന് കർത്താവിൻ്റെ സ്നേഹം കണ്ട് ആ സ്നേഹത്താൽ നിറയപ്പെട്ട് മുമ്പോട്ട് പോകാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യമാണ് എനിക്ക് ഇന്ന് മനസ്സിലായത്. ഒരു കോട്ട് ഇങ്ങനെ ഓർക്കുക, അതായത് ഗോഡ് നെവർ ടേക്സ് സംതിങ് ഫ്രം അസ് so that he can, God takes us, means നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും ദൈവം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ he will only take that to give us something better. അങ്ങനെ എക്സാക്റ്റ് ആയിട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിലിടാം. ശരിക്കും നമുക്ക് തന്നെ നമ്മളുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. ഈവൻ കർത്താവിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ തന്നെ മുമ്പേ ടേബിൾ വലിച്ച് നീക്കുന്ന കാര്യം, അത് ശരിക്കും നമുക്കതിന് സാധിക്കും എന്നുള്ള ഒരു ചിന്തയോ അതെല്ലാം ഒരു തകർച്ചയിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാനല്ല ഇവിടെ ശരിക്കും I love him because he first loved me. അത് ആ ഒരു നിലയിലേക്ക് കർത്താവ് എത്തിക്കും.
അതിനുശേഷമേ ഈ ഒരു ഇന്ന് ഫയറിനെ കുറിച്ച് പറഞ്ഞു, ഫ്ലഡിനെ കുറിച്ച് പറഞ്ഞു, എല്ലാം വലിയ അതായത് സോങ് ഓഫ് സോങ്സിലെ ഫയർ, ഈ ഫയറും ഫ്ലഡും വന്നാൽ അവിടെ പിന്നെ ഒന്നും കാണത്തില്ല. പിന്നെ അത് മാത്രമേ അങ്ങനത്തെ സ്ഥലത്ത് അതെല്ലാം കൺസ്യൂം ചെയ്യും നമ്മളുടെ സ്വയത്തെയും. പിന്നെ നമ്മളവിടെ ഇല്ല. അങ്ങനത്തെ ഒരു അതാണ് കർത്താവ് യോഹന്നാൻ പറയുന്ന പോലെ, ലോർഡ് ലെറ്റ് മീ ഡിക്രീസ് സോ ദാറ്റ് യു ക്യാൻ ഇൻക്രീസ്. ആ ഒരു സാഹചര്യത്തിൽ മാത്രമേ കർത്താവിന്റെ ശക്തി വെളിപ്പെടത്തുള്ളൂ. ഇന്ന് കുറെ എക്സാമ്പിൾസ് കർത്താവിന്റെ മിറക്കിൾസിൽ നിന്നൊക്കെ കേട്ടു. അവിടെ എല്ലാം നമ്മളുടെ കഴിവൊന്നും വേണ്ട എന്നെനിക്ക് മനസ്സിലായി. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ കഴിവും കാര്യങ്ങളും എല്ലാം കർത്താവ് യൂസ് ചെയ്യും. പക്ഷെ ഒരിക്കലും അത് കർത്താവിന്റെ മഹത്വം കാണിച്ച് തരുന്നതിന് മുമ്പായിട്ട് ദൈവം അത് കാരണം നമ്മൾ അത്രയ്ക്ക് പ്രൗഡായിട്ടുള്ള ആൾക്കാരെ നമ്മളെ നുറുക്കി, കാരണം അതൊരു സെക്കൻഡ് ബെസ്റ്റ് ആണ്. നമ്മളുടെ സ്വയബലത്തിലുള്ള കാര്യങ്ങളും എല്ലാം ടാലന്റും അതെല്ലാം യൂസ് ചെയ്യുന്നത്. പക്ഷെ കർത്താവിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ട് കർത്താവിനായിട്ട് ജീവിക്കുന്ന ഒരു ജീവിതം, ആ ഒരു ഫയറും അതിനെ കമ്പയർ ചെയ്യാനായിട്ടേ കഴിയത്തില്ല. നമ്മളുടെ ആ ഒരു സ്വയത്തിലുള്ള കാര്യങ്ങൾ അതെല്ലാം മാറ്റാനായിട്ട് ദൈവത്തിന്റെ ശക്തിയോടെ മുമ്പോട്ട് ജീവിക്കാനായിട്ട് ഞാനും ആഗ്രഹിക്കുന്നു. ആമേൻ. ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ. കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദി പറയുന്നു. ദൈവസ്നേഹത്തെ കൂടുതലായിട്ട് അറിവാൻ, അവൻ എന്നെ സ്നേഹിച്ചതുപോലെ എന്നാൽ എനിക്ക് അവൻ എൻ്റെ സാഹചര്യങ്ങൾ മൂലം പലപ്പോഴും അവനിൽ നിന്ന് തെറ്റിപ്പോയിട്ടും അവൻ എന്നെ നശിപ്പിച്ചു കളയാതെ ദൈവത്തെ അവൻ എന്നോട് ചേർന്ന് അവൻ എന്നെ ഇത്രത്തോളം ആക്കിയതിനായിട്ട് നന്ദി പറയുന്നു. ആ സ്നേഹം ഒരിക്കലും തള്ളിക്കളയാതെ വണ്ണം ഓരോ ദിവസവും കൂടുതലായിട്ട് അനുഭവിച്ചറിവാനും ആ സ്നേഹത്തിൽ തന്നെ ആയിരിക്കാനും ഏതൊരു സാഹചര്യത്തിലും അവനിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം എന്നെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ കാണിച്ചിരിക്കുന്ന ദൈവസ്നേഹത്തിനൊപ്പം ഒന്നും ചെയ്യുവാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിൽ തന്നെയും കർത്താവെ, നിന്നോട് ചേർന്ന് നടപ്പാൻ തക്കവണ്ണം ഏത് സാഹചര്യത്തിലും നിന്നിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മറ്റൊന്നിലും ആശ്രയിക്കാതെ നിന്നെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം എന്നെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഇന്ന് കേട്ട എല്ലാ വചനങ്ങൾക്കായിട്ടും നന്ദി പറയുന്നു. ഇന്ന് പിന്മാറിപ്പോയ ശിഷ്യന്മാരെ തേടി വന്ന യേശുവിൻ്റെ ആ വലിയ സ്നേഹം അതാണിന്ന് കാണിച്ചു തന്നത്. പത്രോസിനെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തുന്നു. പലപ്പോഴും ഞാനും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പിന്മാറി ഒരുപാട് അകന്നു പോയ സമയങ്ങൾ, എൻ്റെ സ്വയബലത്തിൽ ആശ്രയിച്ച സമയങ്ങൾക്കായിട്ട് ക്ഷമ ചോദിക്കുന്നു. എപ്പോഴും സ്വന്തം കഴിവിനെ പൂർണ്ണമായിട്ടും മാറ്റിവെച്ച് സ്വയത്തിൻ്റെ ആ തകർച്ചയിലെ കർത്താവിന് പ്രവർത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് ഇന്നത്തെ വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആ വലിയ ദയ എന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഏത് കാര്യത്തിലും കർത്താവിൽ ടോട്ടലി ആശ്രയിക്കാനായിട്ട് കർത്താവിൻ്റെ ആ സ്നേഹം, ആ തീക്കനൽ അത് എന്നിലേക്ക് വന്ന അതിൻ്റെ ആ സ്നേഹം ജ്വലിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിപ്പാനും കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ തന്നെ മറ്റുള്ളവരെ സ്നേഹിപ്പാനും മറ്റുള്ളവരുമായിട്ട് ആ ഫെലോഷിപ്പ് ഉണ്ടാകുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ജേക്കബ് ബ്രദർ പറഞ്ഞ പോലെ അവന് ഏറ്റവും വിശ്വസ്തനാണ്. ഏത് കാര്യത്തിലും അവൻ വിശ്വസ്തനും കഴിവുള്ളവനുമാണ്. അവൻ എന്നെ സ്നേഹിക്കുന്നു. അവൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. കർത്താവിന് നമ്മളെ ഓരോരുത്തരെ പറ്റി ചിന്തയുള്ളവനാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും കർത്താവിൽ ആശ്രയിക്കുന്നു, അതിനായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.